ഓ ഇത് അച്ഛന്റെ സമ്മാനാണ് കുഞ്ഞിമത്തി. നല്ലോണം കിട്ടി, നല്ല വർക്കത്തോടെ കിട്ടുകയും ചെയ്തില്ല. ഇനി മോനിപ്പം വാങ്ങിട്ട് വരും. മോനോട് വിളിച്ചു പറയാ വിചാരിച്ചാല് ഫോൺ എടുത്തിട്ടാ, പിന്നെ എങ്ങനെയാ വിളിച്ചു പറയണ്ട്? എന്റെ ഒരു വിധി, പറഞ്ഞിട്ടെന്ത് കാര്യം. ഈ അച്ഛനും മോനും പണ്ട് കടപ്പുറത്തട്ടൊക്കെ ജനിച്ചു. എന്നിട്ട് അന്ന് എന്തെന്നോ സംഭവിച്ചു പോയതാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒരു മീനെ ഒരു ഇതുണ്ടാവില്ല. അതൊന്ന് മേടിച്ചെനക്ക് മടുത്തു പോയി. ഈ മുറിച്ച് വെച്ചിട്ടും മുറിച്ചിട്ടും എത്രയാ. അല്ലെങ്കിൽ കൊടുക്കുന്നവർക്ക് കുറച്ച് കുറച്ചു കൊടുത്തൂടിയതേലും. ചെറുമീൻ മീൻ കിട്ടീനാ. ഓ പാട്ടാനെ മീൻ മുറിക്കുന്നത് കാണുന്നില്ലേ? പിന്നെ ആദ്യം മീൻ കൊണ്ടുവന്നു. എന്തിനാണിത്? ഇതാരാ കൊണ്ടതിനി? കൊണ്ടുവന്നാ വിളിച്ചു പറയല്ലോ കൊണ്ടുവന്നാലി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ അച്ഛനല്ലാണ്ട് പിന്നെ ആരാ മീൻ മേടിച്ചോണ്ടരുന്നുണ്ട്? രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ മേടിച്ചോണ്ടരല് തന്നെയല്ലേ പണി. മറുത്തും വാങ്ങിക്കൊണ്ടരല്. ആക്ക് ഒരു 5 മിനിറ്റാണെങ്കിൽ ഇരിക്കാ ആവൂല. അച്ഛൻ വാങ്ങിക്കൊണ്ടെന്നാ നീ വിളിച്ചു പറയലേ വേണ്ടി. ഓ ഞാൻ ഫോൺ കൊടുത്തിട്ടല്ലേ. ടീച്ച എന്നെ അങ്ങനെ എടുത്തോണ്ട് പോയി. ടീച്ച എനക്ക് കയ്യില്ല. എന്നാ മേടിച്ചോണ്ടാ നിന്നെ വലിയ കഷ്ണാക്കിട്ട് വലിയ തിമിംഗലാറ്റ മേടിച്ചിനാ. തിമിംഗലും കുട്ടിയ സാവും നല്ലപ്പാ. ഇത് അന്ന് മേടിച്ച റെഡ് ആവുകയില്ലേ, അത് വാങ്ങിയതാണ്. പൊരിക്കാൻ വേണ്ടിട്ട് ചെറിയ കഷ്ണാക്കിട്ടാ വാങ്ങി. ഞാൻ വിചാരിച്ചു അതിന് കുറച്ച് കഷ്ണാക്കിട്ട് അച്ഛന് ചാറാക്കി കുടിക്കുകയും ചെയ്യാ. അപ്പൊ അച്ഛൻ കുഞ്ഞിമത്തിയ കൊണ്ടതിനല്ലേ. ഒരു കാര്യം ചെയ്തോ, മത്തി മുളകിട്ട് വെച്ചോ, ഇത് പൊരിക്കുകയും ചെയ്തോ. പിന്നെ വേണ്ടിപ്പം ഓ നിങ്ങൾക്കെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോവേ വേണ്ടു. ഒരാൾക്ക് പൊരിക്കല്, ഒരാൾക്ക് വറ്റിക്കല്, ഒരാൾക്ക് ചാറാക്കി വെക്കല്. ഇതന്നെയല്ലേ നമുക്ക് പണി വീട്ടമ്മമാർക്ക്. ഇങ്ങനെ മീൻ മുറിക്കാൻ മടിയില്ല ഒരു പെണ്ണ്. മീൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പെണ്ണ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഓ എന്നാ പിന്നെ മീൻ വെക്കുന്ന ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോലെ എന്തിനാ വെറുതെ അങ്ങോട്ടേക്ക് വന്നിനി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടായിരുന്നു. ഇത് കഷ്ണായതുകൊണ്ട് കുറച്ച് സമാധാനം. അതെങ്ങനെയാന്ന് അന്യം കാത്തിന്ന് ഞാൻ ഇരിക്കുന്നുണ്ടാവില്ലേ, പിന്നെ നിന്നെല്ലാം ഞാൻ കഴിക്കണ്ട്. പറയുന്നില്ല. കറിയപ്പ ആളവിടെ കൊണ്ടക്ക് കാത്തിരിക്കുന്നതിൽ പണ്ട്. നിങ്ങളെ വീട്ടില് ഏതെങ്കിലും ആളെ വീട്ടിലുണ്ടോ ഇങ്ങനെ 2-3 പ്രാവശ്യം മീൻ കൊണ്ടുവന്നിട്ട് ചട്ടിയോട് കൊണ്ടിരുന്നു? ഇവിടെ മാത്രമേ ഉണ്ടാവും. ഇവിടെ ഒരു അച്ഛനുണ്ട്, ഒരു മോനും. കുറ്റം പറയുന്നത് മീൻ കൊണ്ടതിന് കുറ്റം പറയുന്നത് എന്താ ചെയ്യാല്ലേ? കൊണ്ടുവരണം മീൻ. പക്ഷെങ്കിൽ ഇങ്ങനെ 2-3 വട്ടം കൊണ്ടുവന്നാല് നമുക്ക് എല്ലാ പണിയായേ. ഞാൻ അറിയില്ല. അല്ല ഫോൺ എടുത്തില്ലേ, പോകുമ്പോ അതുകൊണ്ടാണ് കേട്ടാ. അങ്ങനല്ല, എല്ലാ പണിയായി. പക്ഷെ 2 മിനിറ്റ് ഇരിക്കുമ്പോ ഉണ്ടാവും മീൻ വരും. മീൻ വേണ്ടല്ലേ? മീൻ നല്ല ടേസ്റ്റ് അല്ലേ? പിന്നെ അച്ഛൻ കൊണ്ടുവന്നാ എനക്ക് ആവൂലെന്ന് തറച്ച് പറയാനും എനക്കാവൂല. വേഗം നോക്കുന്ന പറഞ്ഞു എനക്കാവൂല മീൻ കൊണ്ട് മുറിക്കാൻ. വേഗം നോക്ക്. മുറിക്കുന്നില്ലേ? ഈച്ചാണെങ്കിൽ പന്നെ പൊക്കിക്കൊണ്ടു. അത്രക്ക് ഈ കുളമ്പിൽ ഈച്ച തേച്ചില്ല. തലയുണ്ടല്ലോ, അതെല്ലാം നമ്മളെ നായ്ക്കും പൂച്ചക്കെല്ലാം കൊടുത്തേട്ടാ. ആരും കാണുന്നില്ലല്ലോ. ഇഷ്ടംപോലെ നമ്മളെ നായി പൂച്ചെല്ലാം വരുന്നതാണേ. നമുക്ക് നായും പൂച്ചൊന്നും ഇല്ല, എന്നാ വരുന്നതാ അവര്. അവർക്കമ്മ ഇത് ഇതിന്റെ വേസ്റ്റെല്ലാം കൊടുക്കുന്നതാണ്. അങ്ങാടെ വെച്ചേ. എന്നാ പിന്നെ ശരി, കൂട്ടിക്കൂടെ അതേ മുറിച്ചൂടെന്നെല്ലാം പറയലുണ്ട്. അന്ന് കൂട്ടലും ചെയ്യാം. എന്നാലും ഒരേ ഒരു മുറിയും കൂട്ടലെല്ലാം ആർക്കായാലും മീൻ ഇഷ്ടപ്പെടുന്നവര് എന്നെ സപ്പോർട്ട് ചെയ്യും. ഇഷ്ടപ്പെടുന്നവര് നിങ്ങൾ മാത്രമേ ഉണ്ടാവില്ല. മീൻ കിട്ടീനി. ചെറിയ മത്തി നിന്റെ അച്ചാച്ചൻ കൊണ്ടുവന്നു. മറ്റേ നിന്റെ അച്ഛൻ ഇതാ പൊരിക്കാൻ റെഡാഗോലി കഷ്ണാക്കി കൊണ്ടുവന്നു. എന്തോ സമാധാനം കഷ്ണാക്കിയതുകൊണ്ട്. എന്താ പൊന്നുവെച്ചിട്ടെന്തേ? ഇന്നലെ ടൂർ പോയിട്ട് ഇന്നല്ല ക്ഷീണം ഉണ്ടാവും അല്ലേ? എന്നാ പിന്നെ ചായ എടുത്ത് കുടിക്കതാ, അവിടെ ആക്കി വെച്ചിട്ടതാ. ഇന്ന് ഡാൻസ് ഇല്ല. വന്നിട്ട് തിന്നോ.
അങ്ങനെ നമ്മുടെ പൊരിക്കാനുള്ള മീൻ നല്ല വൃത്തിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. മറ്റേ മീൻ അടുപ്പത്താക്കി വിട്ടോ, അല്ലാതെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇതിലേക്ക് നമ്മ മസാലക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെ വെള്ളം വെച്ചിട്ട് കുഴക്കാൻ ദേശം വയ്ക്കുക അധികമല്ല. നല്ല വൃത്തി ഒന്ന് മിക്സ് ആക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കല്ലുപ്പായോണ്ട് നല്ലോണം ഇത് മറ്റ് ഉപ്പ് തന്നെ കടിക്കും. കല്ലുപ്പ നല്ലത് അരിയാൻ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ. ഇതവിടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് നോക്കാം. അപ്പം നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഒരു 10 മിനിറ്റ് ആയി റെസ്റ്റിന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മത്തി ഇതാ ഇവിടെ മുളകിട്ട് വെച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കല്ലൊന്ന് ചൂടാവിട്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ മീൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. ഇപ്പം മതി ഓട്ടോ വിട്ടാൽ അപ്പോൾ അച്ഛന് കറി കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതെ, അച്ഛൻ 7 മണിയാകുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പുറത്തും ലൈറ്റ് എന്താ തെളിഞ്ഞ് കാണുന്നുണ്ട്. കഴിച്ചു അച്ഛൻ? അപ്പോൾ പൊരി അച്ഛൻ കഴിക്കില്ല കേട്ടാ. അച്ഛനിൽ നിന്ന് 2-3 കഷ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ ആക്കി 2-3 കഷ്ണം നമ്മൾ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നാളെ മുളകിട്ടിട്ടാക്കി കൊടുക്കാം. പൊരിച്ചത് കഴിക്കൂല. ഇത് ബന്ധുവാ മറച്ചിടാനേ വലിയ കരിഞ്ഞി ഇതാവണ്ട, കരിയണ്ടാവും മറച്ചിട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ അത്താഴം കഴിക്കാൻ. അപ്പോൾ കുറച്ച് വൈകിപ്പോയി. സംഘത്തിന് മീറ്റിംഗ് ഉണ്ടായിനെ, നമ്മൾ സ്വാശ്രയ സംഘം ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അധികം പിള്ളേരെല്ലാം കഴിച്ചു കൂട്ടാ, നല്ല തണുപ്പുമുണ്ട്. എന്നാൽ പിന്നെ ആദ്യം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻപൊരി നോക്കാം. കഷ്ണം എടുക്കുക, ചോറിൽ കുഴച്ചിട്ട് നോക്കട്ടെ. ഇത് പൊരിക്കാൻ പറ്റിയ മീനാണ് കേട്ടോ. ഞാൻ അന്ന് വാങ്ങിയിട്ട് 2 കഷ്ണം പൊരിച്ചു നോക്കി. ഇനി അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് ആദ്യം വാങ്ങിയത്. പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ലേശം മത്തൻ അച്ഛൻ കൊണ്ടുവന്ന മത്തി. ഇത് പിന്നെ ഇങ്ങനെ കടിച്ചു തിന്നല്ല.
മത്തൻ കറി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഓലമ്പക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മീൻപൊരി അടിപൊളിയാ, നല്ല മസാല. എന്നാ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ.